ബിഗ് ബോ സീസൺ 7 വിജയകരമായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരാഴ്ച പിന്നിട്ടു, 10 ദിവസത്തോളം ആകുന്നു. രണ്ടാമത്തെ ആഴ്ച നാളെ ലാലേട്ടൻ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, മോഹൻലാലിൻ്റെ പ്രൊമോയ്ക്ക് എന്ന് തീർത്ത തരംഗമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ആര് കാണും, മനുഷ്യന് തലയ്ക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു കാര്യം മനസ്സിലായി, ഇവരിങ്ങനെ പറയുകയും ചെയ്യും, ആരും കാണാതെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണുകയും ചെയ്യും എന്നുള്ളത് TRP വന്നപ്പോൾ മനസ്സിലായി. ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇതിനകത്തെ അഭിവാദ്യ ഘടകം. അപ്പം ലാലേട്ടൻ മാറാൻ പോകുന്നു എന്നൊക്കെയുള്ള കിംവദന്തി പലരും പറഞ്ഞെങ്കിലും ലാലേട്ടനെ മാറ്റിക്കൊണ്ട് ഈ പരിപാടിക്ക് ഏഷ്യാനെറ്റോ ബിഗ് ബോസോ തയ്യാറാകത്തില്ല. കാരണം ഇതിൻ്റെ TRP ഒക്കെ വളരെ ഗണ്യമായി ഇടിയും, അതുപോലെ പരസ്യം കിട്ടാതെ വരും. അങ്ങനെയെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് കോൺട്രാക്റ്റ് തീർന്നിട്ടും അടുത്ത വർഷങ്ങളിലും ലാലേട്ടൻ തന്നെ മതി എന്ന് ഏഷ്യാനെറ്റ് തീരുമാനിച്ചത്. ലാലേട്ടന് വല്ലാതെ തിരക്കുണ്ടായിരുന്നു. ആ തിരക്കൊക്കെ മാറ്റിവെച്ചാണ് അദ്ദേഹം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ചിത്രങ്ങളെല്ലാം വമ്പൻ വിജയമാകുന്നു. നിന്ന് തിരിയാൻ ലാലേട്ടന് പറ്റുന്നില്ല. ആ സമയത്തും ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർക്ക് നിർബന്ധമായിരുന്നു, മോഹൻലാലിന് സമയമുള്ളപ്പം മതി ഈ പരിപാടി എന്ന്. അങ്ങനെയാണ് ഓഗസ്റ്റിലേക്ക് ഇത് മാറ്റിവെച്ചത് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഏതായാലും അവരുടെ കണക്കുകൂട്ടലെല്ലാം കൃത്യമായിരുന്നു. ഇതിൻ്റെ തുടക്കം തന്നെ ലാലേട്ടൻ ഞെട്ടിപ്പിച്ചു. ബ്ലാക്കുമായിട്ട് വന്ന ലാലേട്ടൻ ആ പ്രൊമോക്ക് എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കിയെന്നത്. നമ്മളൊക്കെ വിചാരിച്ചൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനന്ന് എഴുതിയിരുന്നു ബബ്ബ എന്ന സിനിമയുടെ ലുക്കാണ്. പക്ഷേ ഇത് ബിഗ് ബോസിൻ്റെ ലുക്കാണെന്ന് ഒരു കാരണവശാലും ആരും പ്രതീക്ഷിച്ചില്ല. ഈ പ്രൊമോകളെല്ലാം തന്നെ പൊളിച്ചടുക്കി. അപ്പോഴേ തന്നെ ആൾക്കാർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായി. തുടക്കത്തിൽ തന്നെ ആദ്യ ദിനം ഞായറാഴ്ച ഇതിൻ്റെ TRP എന്ന് പറയുന്നത് ഗംഭീര തുടക്കമായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ് വന്നിട്ടിരിക്കുന്ന ഒരു സിനിമകൾക്കോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലുള്ള ജനപ്രിയ സീരിയലുകൾക്കോ ഒന്നും നേടാത്ത TRP ആയിരുന്നു ഈ ബിഗ് ബോസിൻ്റെ ആദ്യ ദിനം. ലാലേട്ടൻ വന്ന എൻട്രി ദിവസം ഉണ്ടായത് ഏകദേശം 13.30 TRP ആണ് ഉണ്ടായത്. തിങ്കളാഴ്ച ദിവസം ഇത് 10.76, ചൊവ്വാഴ്ച ആയപ്പോൾ 9.23, ബുധനാഴ്ച 9.56, വ്യാഴാഴ്ച 8.15, വെള്ളിയാഴ്ച 9.12 ഇതിൻ്റെ TRP. 6 ദിവസത്തെ TRP. അപ്പം TRP നിരക്ക് ആദ്യ ദിവസം നമുക്ക് അറിയാം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഏതായാലും കൂടുതലും 13.30. അപ്പം നാളെയും ആ ലെവൽ TRP തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അങ്ങനെ വൻ ഹിറ്റിലേക്ക് നീങ്ങുന്ന ഒരു പരിപാടിയായിട്ട് ബിഗ് ബോസ് മാറിയിരിക്കും. പല സീസണും നമ്മൾ കണ്ടിട്ടുണ്ട്. 6 സീസണായിട്ട് നമ്മൾ കാണുന്നത്, 7ാമത്തത് കാണുന്നല്ലേ. അപ്പം ഇതിനകത്തെ ഒരു പ്രധാന ഘടകം ലാലേട്ടൻ തന്നെയാണ് എന്നുള്ളത്, ആ പവർ എന്താണെന്നുള്ളതും ഈ ബിഗ് ബോസിലൂടെ കാണിച്ചു തന്നിരിക്കുക. 2025 ലാലേട്ടനെ സംബന്ധിച്ച് വളരെ ഗംഭീര കൊല്ലമായിരുന്നു. എമ്പുരാൻ്റെ വിജയം, തുടരും എന്ന ചിത്രത്തിൻ്റെ വിജയം, റിലീഫ് ചെയ്ത ചോട്ടമമ്പയുടെ വിജയം, അല്ലാതെ ലാലേട്ടൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വൻ വിജയമാകുന്ന ആ നല്ല ടൈമായിരുന്നു. അതിനിടയിലാണ് ബിഗ് ബോസ് വരുന്നത്. അതും ഒരു വൻ വിജയമായി മാറും. ഇതിനിടയിൽ ലാലേട്ടൻ്റെതായ 2 പരസ്യങ്ങൾ വന്നു. അതും എത്ര ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് യാതൊരു കണക്കുമില്ല എന്നുള്ള ജൂവലറിയുടെ പരസ്യവും അതുപോലെ CCL ക്രിക്കറ്റിൻ്റെ പരസ്യവുമൊക്കെ. അപ്പം ലാലേട്ടൻ ജനങ്ങൾക്ക് എന്തുമാത്രം സ്വീകാര്യനാണ്, മലയാള സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ എന്തുമാത്രം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം മോഹൻലാൽ വന്ന് അവതാരകനായ ബിഗ് ബോസാണ് ഇപ്പം ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും TRP ഉള്ള പരിപാടിയായിട്ട് മാറിയത്. അത് ആദ്യ ആഴ്ച തന്നെ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ
വളരെ അത്ഭുതകരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പ്രതീക്ഷ വളരെ വാനോളമായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എൻട്രി പൊളിച്ചടുക്കി. ലാലേട്ടൻ്റെ ആദ്യത്തെ എപ്പിസോഡും പൊളിച്ചടുക്കി. ഇനി ലാലേട്ടൻ വരുന്ന അടുത്ത എപ്പിസോഡിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം വിജയകരമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. അതുപോലെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റും അതിൻ്റെ പ്രധാന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും എത്തും വരെ